നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലൂസിഫർ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ്റെ ഈ വർഷത്തെ 2019 ആദ്യത്തെ റിലീസിംഗ് ആണ് ലൂസിഫറിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഒരു പക്ഷേ മലയാളത്തിലെ ഈ വർഷം ഇറങ്ങാൻ പോകുന്ന ഫസ്റ്റ് ഇറങ്ങാൻ പോകുന്ന ഏറ്റവും വലിയ ബഡ്ജറ്റ് സിനിമ കൂടിയാണ്, അല്ലെങ്കിൽ ഒരു വലിയ സിനിമ കൂടിയാണ് ലൂസിഫറിനെ കുറിച്ച് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ പൃഥ്വിരാജാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്, മോഹൻലാലാണ് നായകൻ, വിവേക് ഒബ്രോയ്, മറ്റുള്ള വലിയ വലിയ താരനിരകളെല്ലാം ചിത്രത്തിലുണ്ട്, ഒരു വൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ചിത്രത്തിന്റെ മാർക്കറ്റിങ്ങിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഒന്ന് ലൂസിഫറിനെ തകർക്കാൻ വേണ്ടി, ഒടിയനെ തകർക്കാൻ വേണ്ടി ഉണ്ടായ അതേ ടീം തന്നെയാണോ എന്നറിയില്ല, ലൂസിഫറിനെതിരെയും തിരിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒന്നുമില്ലെങ്കിലും മോഹൻലാൽ എന്ന് പറയുന്ന ആ മഹാനടന്റെ ഇൻട്രോ സീനെ കുറിച്ച് വന്ന വാർത്തകളെല്ലാം നിങ്ങൾ വായിച്ചതായിരിക്കും. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെ എല്ലാം നമ്മളത് കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഇൻട്രോ സീൻ ഇതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സീൻ ഒക്കെ നമ്മൾ കണ്ടതാണ്. അത് ഫേക്കാണെന്ന് പറഞ്ഞിട്ട് ചിത്രത്തിലെ തിരക്കഥാകൃത്തും സംവിധായകനും അതിലെ നായകനായ മോഹൻലാൽ തന്നെയും രംഗത്തെത്തുകയുണ്ടായി. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു മാസ് എന്റർടൈനർ അല്ല, ഇതൊരു നല്ലൊരു സിനിമയാണ്. നിങ്ങൾ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ചിത്രം നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്റർടൈൻ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു സിനിമയാണ് ലൂസിഫർ. എന്നാൽ ഈ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആരാണ്? ഈ ഒടിയനെതിരെ പ്രവർത്തിച്ച അതേ ടീം തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കാം. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ലൂസിഫറിന്റെ സീൻ, മോഹൻലാലിന്റെ ഇൻട്രോ സീൻ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ആ ഒരു സീൻ വായിക്കുകയൊക്കെ ഉണ്ടായി. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെന്ന് കരുതിയപ്പോഴാണ് തൊട്ട് പിറ്റേ ദിവസം തന്നെ അത് ഫേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കുന്ന സമയത്ത് തന്നെ അത് ഫേക്ക് ആണെന്നുള്ള ന്യൂസ് കിട്ടി, അത് വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. വേറെ പല യൂട്യൂബ് ചാനലുകളിലും എല്ലാം അത് വരികയുണ്ടായി. എന്തായാലും ഇതുപോലെയുള്ള ഒരു സീൻ പ്രചരിപ്പിച്ച് അത് കേരളീയർ മൊത്തം വായിച്ചു കഴിഞ്ഞാൽ ഒരു മാസ് എൻട്രി സീനാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ആ ഒരു സീൻ പ്രതീക്ഷിച്ച്, മോഹൻലാലിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ച് തിയേറ്ററിൽ പോകുന്നവർക്ക് നേരെ വിപരീതമായിട്ടുള്ള ഒരു ഇൻട്രോ സീൻ കിട്ടിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ആ തിയേറ്ററിൽ ഇരുന്നിട്ട് തന്നെ ആൾക്കാർ കമൻ്റ് അടിക്കും, പടം പൊട്ടി എന്നും പറഞ്ഞിട്ട്. ഈ ഒരു സംഭവം കേൾക്കാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു സിറ്റുവേഷൻ അല്ലേ ഈ ഇൻട്രോ സീനെ പറ്റി നടത്തിയത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ നിൽക്കുന്നതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേറെ ഒന്നുമല്ല, ചിത്രത്തിന് അധികം പ്രതീക്ഷ നൽകേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കറ്റിങ്ങും ഒരു തന്ത്രം തന്നെയല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി അതിനകത്ത് ബാക്കി നിൽക്കുന്നു. ഒരു കൃത്യമായിട്ട് പറഞ്ഞാൽ, നമ്മൾ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കും, എന്തോ ഉണ്ട്, അതുകൊണ്ടാണ് ഇവരിങ്ങനെ അധികം പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നത് എന്നുള്ളൊരു ചിന്തയിലേക്ക് സാധാരണ പ്രേക്ഷകരുടെ മൈൻഡ് പോകാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ അതും ഈ ചിത്രത്തിന്റെ മാർക്കറ്റിങ്ങിൽ അവർ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സിമ്പിൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ നടൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു ഭാഷയിലെ ഒരു നടൻ, അത്രയും കരുതിയാൽ മതി. അതുപോലെയുള്ള ഒരു നടൻ, അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു നടനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ സിനിമയിലേക്ക് അഭിനയിക്കാൻ വരുന്നു. തീർച്ചയായിട്ടും ആ നായകൻ്റെ, ആ സൂപ്പർ സ്റ്റാറിൻ്റെ മകൻ്റെ എൻട്രോ എന്ന് പറയുന്നത് ആ സൂപ്പർ സ്റ്റാറിൻ്റെ തീരുമാനത്തിൽ തന്നെ വരുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള സഹായികളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി തന്നെയാണ് ആ ചിത്രം വരുന്നത്. എന്നാൽ പുതുമുഖങ്ങളാണ് ആ ചിത്രം സംവിധാനം ചെയ്യുന്നത്. ആ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ സിനിമയിൽ വരുന്നു എന്നുള്ളൊരു ന്യൂസ് വളരെയധികം ഫേമസ് ആയി. എന്നാൽ എല്ലാ ചാനലുകാരും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, സാറിൻ്റെ മകൻ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നു, എന്താണ് സാറിന് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, ഞാൻ അവൻ്റെ അഭിനയത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, ഞാൻ എൻ്റെ സിനിമയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് അവൻ്റെ ഭാഗമാണ്, അത് അവനോട് തന്നെ ചോദിക്കുക, ഞാൻ അതിനകത്ത് ഇടപെടുന്നില്ല, അദ്ദേഹത്തിന് ആ പടത്തിൻ്റെ മാർക്കറ്റിങ്ങിനും ഞാൻ വരുന്നില്ല, പടം നല്ലതാണെങ്കിൽ ഓടട്ടെ, അവന് അഭിനയിക്കാൻ കഴിവുള്ളതാണെങ്കിൽ അവൻ രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിൽ അദ്ദേഹം പല മാധ്യമങ്ങളിലും പലയിടത്തും പ്രതികരിക്കുകയുണ്ടായി. സത്യത്തിൽ അതും ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു. എൻ്റെ മകൻ വരുന്നു, നിങ്ങളെല്ലാവരും വന്ന് കാണുക എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു മാർക്കറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ എത്ര പേര് അതിനെ വകവച്ചു എന്ന് തോന്നില്ല. എന്നാൽ ഇത്രയും വലിയ സ്റ്റാർ ആയിട്ടുള്ള ഒരു നടൻ സ്വന്തം മകൻ തിയേറ്ററിലേക്ക് സിനിമ
ിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് അതിനെ ഒട്ടും തന്നെ മാർക്കറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ നടനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ല, ആ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി അദ്ദേഹം ഒന്നും പറയുന്നില്ല എന്നുള്ളൊരു വാർത്ത മലയാളത്തിലെയും തമിഴിലെയും ഹിന്ദിയിലെയും ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലെയും മാധ്യമങ്ങളിലെല്ലാം വന്നൊരു വാർത്തയാണ്. കാരണം ഇത്രയും ഇന്ത്യയിലെ നമ്പർ 1 നായകന്മാരിൽ ഒരാളായ ഒരു നടൻ്റെ മകൻ സിനിമയിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അവന് കഴിവുണ്ടെങ്കിൽ അവൻ വിജയിക്കും എന്നാണ്. സത്യത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് തന്ത്രം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, ഈ പറഞ്ഞ നെഗറ്റീവ് പബ്ലിസിറ്റി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സംഭവം. അദ്ദേഹം മാർക്കറ്റിംഗ് ചെയ്തില്ല എന്നതൊരു വലിയൊരു മാർക്കറ്റായി മാറുകയും അത് ആ സിനിമ ഒരു ആവറേജ് മാത്രം ഉണ്ടായിരുന്ന ആ സിനിമ ഒരു സൂപ്പർ ഹിറ്റായി മാറുകയും പിന്നീട് ആ നടൻ ആ ഭാഷയിലെ ഒരു വലിയ നായകനായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ നായകൻ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ മകൻ ആരാണെന്നും. എന്തായാലും ഞാൻ അവരുടെ പേര് പറയുന്നില്ല. ഇതൊരിക്കലും തെറ്റായിട്ടല്ലോ ഞാൻ വ്യാഖ്യാനിച്ചത്. അതൊരു നല്ലൊരു മാർക്കറ്റിംഗ് രീതി തന്നെയായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടതായിട്ട് വരും. അത് ഏത് ഭാഷയിലായാലും ഒരു പക്ഷേ ആ ഒരു മാർക്കറ്റിംഗ് രീതിയാണോ ലൂസിഫർ എന്ന് പറയുന്ന ചിത്രത്തിൽ അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതൊരു ചോദ്യം കൂടിയാണ് ഞാൻ ഉന്നയിച്ചത്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ നമുക്ക് ഒടിയൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. ഒടിയന് അത് വേറെ ആരുമല്ല അതിനെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത ആ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, അതിൻ്റെ സംവിധായകൻ തന്നെയാണ് ആ ചിത്രത്തിനെ കുറിച്ച് ഇത്രയും വലിയ ഹൈപ്പ് ജനങ്ങളിലേക്ക് എത്തിച്ചത്. അതിൻ്റെ റിസൾട്ട് അതിൻ്റെ ഫസ്റ്റ് ഷോയ്ക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഡേക്ക് വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു. നല്ലൊരു റെക്കോർഡ് കളക്ഷൻ തന്നെ ആ ചിത്രത്തിന് ഫസ്റ്റ് ഡേ കിട്ടി. പക്ഷേ ആ സൃഷ്ടിച്ച ഹൈപ്പിനൊത്ത സിനിമ ഇല്ലാത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ കിട്ടിയ ഹൈപ്പിൻ്റെ ഇരട്ടി നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ചിത്രത്തിന് ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായത്. പിന്നീട് അതിനെ തരണം ചെയ്യാനായിട്ട് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ വളരെയധികം കഷ്ടപ്പെടേണ്ടി വന്നു. അപ്പോൾ ആ ഒരു സംഭവത്തിന് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ ലൂസിഫറിനെ നെഗറ്റീവായി ഭവിക്കാം എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണോ സിനിമാ പ്രവർത്തകർ അല്ലെങ്കിൽ ആ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം, അതായത് ഇനിയിപ്പോൾ ചിത്രത്തിന് വേണ്ടി അധികം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു സാധാരണ സിനിമയാണ്. എല്ലാ ഇൻ്റർവ്യൂസിലും പൃഥ്വിരാജ് പറയുന്നുണ്ട്. ഒരു പക്ഷേ സാധാരണ സിനിമയായിരിക്കാം, നമുക്ക് അതറിയില്ല. എന്തായാലും ചിത്രം തിയേറ്ററിൽ എത്തുമ്പോൾ നമുക്ക് വിലയിരുത്താം, അല്ലെങ്കിൽ ആ ചിത്രത്തെ നമുക്ക് കണ്ടിട്ട് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ചിത്രം ഇപ്പോൾ നിലവിൽ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചിത്രത്തെക്കുറിച്ച് അറിയാവുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് അറിയാവുന്ന ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജിന് തന്നെയാണ്. അദ്ദേഹം അതുപോലെ തന്നെ അതിന്റെ തിരക്കഥാകൃത്തും. ഇവർ രണ്ടുപേരും ഒരേ ഭാഷയിൽ തന്നെ പറയുന്ന ചിത്രം ഒരു മാസ് സിനിമയല്ല, ഒരു സാധാരണ സിനിമയാണ്. വലിയ പ്രതീക്ഷകളോടുകൂടി ഒന്നും നിങ്ങൾ തിയേറ്ററിൽ പോകരുത്, ഇതൊരു എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സ്ഥിരമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നു. അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വശമാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് മനസ്സിലാവുകയാണ് അത് അങ്ങനെ ചെയ്യാനുള്ള കാരണം കൂടി അവർ പറയുന്നു. ഒടിയൻ്റെ ഹൈപ്പാണ് അതിൻ്റെ കാരണമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒടിയൻ്റെ ഹൈപ്പ് നെഗറ്റീവായി വന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ അത്രയും ഹൈപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു നല്ലൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ് അവർ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് നല്ല രീതിയിൽ തന്നെ ഏറ്റുകൊണ്ടിരിക്കുന്നു. അധികം ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി മോഹൻലാൽ ഫാൻസുകാർ നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. എന്തായാലും ഫാൻസുകാരുടെ ഫുൾ സപ്പോർട്ട് ആ ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിത്രത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലും ഫാൻസുകാരുടെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഇനിയും മുന്നോട്ടുള്ള ദിവസങ്ങളിലും അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. എന്തായാലും തിയേറ്ററിലേക്ക് എത്തിക്കഴിയുമ്പോൾ ചിത്രം അത്ര മോശമാവാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് പൃഥ്വിരാജിനെ പോലുള്ള ഒരു നടൻ, ഇത്രയും വർഷത്തെ സിനിമ എക്സ്പീരിയൻസ് ഉള്ള ഒരു നടൻ, ഒരു സംവിധായകനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 കൊല്ലം സിനിമയിൽ സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം 20 കൊല്ലം കൊണ്ട് മാക്സിമം ചെയ്യാൻ പോകുന്നത് ഒരു 15 അല്ലെങ്കിൽ 20 സിനിമയാണ്. അല്ലെങ്കിൽ പിന്നെ ആദ്യ കാലങ്ങളിലേക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷേ ഈ കാലഘട്ടത്തിൽ മാക്സിമം 15 അല്ലെങ്കിൽ 20 സിനിമ, ഏറ്റവും കൂടിയതാണ് 20 സിനിമ 20 കൊല്ലം കൊണ്ട്. എന്നാൽ ഒരു നടനെ സംബന്ധിച്ച് അങ്ങനെയല്ല. പൃഥ്വിരാജിനെ സംബന്ധിച്ച് അദ്ദേഹം 100ഓളം സിനിമകളിൽ അഭിനയിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിച്ച ഈ 100ഓളം സിനിമകളിലും പ്രവർത്തിച്ചവരുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ഈ 100ഓളം സിനിമകളിലും വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ് പ്രവർത്തിച്ചത്. പലരും വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പ്രവർത്തിച്ചു. അതുകൊണ്ടുള്ള ഒരു പരിചയം, അല്ലെങ്കിൽ അവരെ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന രീതി, ക്യാമറാമാനെ മനസ്സിലാക്കിയിരിക്കുന്ന രീതി, മ്യൂസിക് ഡയറക്ടറെ മനസ്സിലാക്കിയിരിക്കുന്ന രീതി, ഇതെല്ലാം അദ്ദേഹം ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെയുള്ള രീതിയിൽ തന്നെയായിരിക്കും അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരക്കഥാകൃത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആരാണെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ തിരക്കഥയെക്കുറിച്ച് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ പറയേണ്ടത്. ഒന്ന്, ഒരു വലിയ വലിയ മാസ് സിനിമകൾ നിർമ്മിച്ച് അല്ലെങ്കിൽ അതുപോലുള്ള മാസ് കഥകളിലൂടെ സിനിമകൾ നിർമ്മിച്ച് അതെല്ലാം വൻ പരാജയങ്ങളായി ഏറ്റുവാങ്ങിയ ഒരാളാണ് അദ്ദേഹം, മുരളി ഗോപി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ വളരെ കഥാമൂല്യമുള്ള അല്ലെങ്കിൽ വളരെ
പ്രസക്തിയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് സൂപ്പർ ഹിറ്റ് ആക്കിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് മുരളി ഗോപി. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കുന്നില്ല. അത്രയും വലിയ ഒരു തിരക്കഥാകൃത്ത്, അല്ലെങ്കിൽ നല്ലൊരു ക്യാമറാമാൻ, നല്ലൊരു മ്യൂസിക് ഡയറക്ടർ, ഒരു ടോട്ടൽ ക്രൂ, ഒരു വമ്പൻ സെറ്റപ്പിലുള്ള ഒരു സിനിമ, മോഹൻലാൽ നായകൻ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആർട്ടിസ്റ്റുകൾ അതിനകത്ത് അഭിനയിക്കുന്നു. ഇത്രയുള്ള സിനിമ എന്തായാലും ഒരു സാധാരണ സിനിമയായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു നല്ലൊരു സിനിമ തന്നെയായിരിക്കും. പക്ഷെ അവർ ഈ മാർക്കറ്റിങ്ങിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സംഭവമാണ്. അതായത് അധികം ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക, എന്നാൽ കാര്യങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും ചിത്രത്തിന് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിത്രം നല്ലത് തന്നെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ 2019 ഇറങ്ങാൻ പോകുന്ന ഏറ്റവും വലിയ സിനിമകളിലെ ആദ്യത്തെ വലിയ റിലീസാണ് നമ്മുടെ ലൂസിഫർ നേടാൻ പോകുന്നത്. എന്തായാലും ആ ഒരു സിനിമ ഒരു വലിയൊരു വിജയമായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും ചിത്രത്തിന് നല്ലൊരു ഇനീഷ്യൽ കളക്ഷൻ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ, തിയേറ്ററിൽ അതിനുള്ള റിയാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ, പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് റിയാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ചിത്രം നല്ലത് തന്നെ ആയിരിക്കണം. മോശമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിത്രം വീഴും. എന്നാൽ അങ്ങനെ വീഴാനുള്ള സാധ്യത ഇല്ല എന്നാണ് എൻ്റെ ഒരു ആദ്യഘട്ട നിരീക്ഷണത്തിലൂടെ, ഒരു സാധാരണക്കാരൻ്റെ ആദ്യഘട്ട നിരീക്ഷണത്തിലൂടെയും അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് ഡയറക്ടറിന്റെ ആദ്യഘട്ട നിരീക്ഷണത്തിലൂടെയും നിങ്ങൾക്ക് വിലയിരുത്താം. എന്തായാലും ആ രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം നല്ലൊരു ക്രൂവിനെ തന്നെയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ചിത്രം വിജയിക്കട്ടെ. ചിത്രത്തിന് വേണ്ടിയുള്ള എല്ലാവിധ ആശംസകളും നമുക്ക് നേരാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.